കഴിഞ്ഞ നവംബർ 25-ാം തീയതി ആർപ്പവാർത്തവം എന്ന പേരിൽ ഒരു ദിവസത്തെ ഒരു കർട്ടൺ റൈസ് പരിപാടി നടത്തിയിരുന്നു. കേരളം കണ്ട വലിയ ഒരു ജനപങ്കാളിത്തമുള്ളൊരു പരിപാടി കൂടിയായിരുന്നു. അപ്പോൾ കേരളത്തിലെമ്പാടും നടന്ന നാമജപ ഘോഷയാത്ര എന്ന പേരിൽ നടത്തിയ ഏറ്റവും സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഒരു ഞങ്ങളുടെ കാഴ്ചപ്പാട് അതിനെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ നരേഷനെ എങ്ങനെ തിരിച്ചിടാം എന്നുള്ള ആലോചനയിൽ നിന്നാണ് ആർപ്പവാർത്തവം എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് ഞങ്ങൾ എത്തി. എങ്ങനെയാണ് ശബരിമലയിലെ ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായി, ലിംഗനീതി അവിടെ ഇല്ല, നടന്നുകൊണ്ടിരുന്നത് ലിംഗനീതിക്ക് വിരുദ്ധമായിട്ടാണ് എന്നുള്ള ഒരു സുപ്രീം കോടതി വിധി വന്ന സമയത്ത് ആ കിട്ടിയ അവകാശത്തെ, സുപ്രീം കോടതി ഭരണഘടനയെ വ്യാഖ്യാനിച്ച അവകാശത്തെ എങ്ങനെയാണ് ശബരിമലയിൽ പോകുന്ന സമയത്ത് സ്ത്രീകളോട് പെരുമാറിയതെന്ന് നമ്മൾ കണ്ടു. അപ്പോ കേരളത്തിലെ അഭിമാനമുള്ള, അത് സ്ത്രീകൾ മാത്രമല്ല, ആത്മാഭിമാനമുള്ള മുഴുവൻ വ്യക്തികൾക്കും ഒരു ഇൻസൾട്ട് ആകുന്ന പ്രക്രിയയാണ് നമ്മൾ കുറച്ച് നാളുകളായി ശബരിമലയുടെ വിധി വന്നതിന് ശേഷം, സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായതിനു ശേഷം കണ്ടത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ, അപ്പൊ അവർ പറയുന്നത്, കയറുന്നതിന്റെ റീസൺ പറയുന്നത് ആർത്തവമുള്ള സ്ത്രീകളാണ് എന്നുള്ളതാണ്. 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആർത്തവമുള്ള ശരീരമാണ് അവർക്കുള്ളതെന്നാണ്. അപ്പൊ അങ്ങനെ ആർത്തവം എന്ന് പറയുന്നത് ഇപ്പൊ ആ വിധിയിൽ തന്നെ വളരെ എടുത്തു പറയുന്ന ഒന്ന്, ആർത്തവം സംബന്ധിച്ചിട്ടുള്ള അയിത്തം നടത്തുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള കാസ്റ്റിന്റെ അയിത്തം പോലെ തന്നെ ആണ് കണക്കാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആർത്തവമാണ് പറയുന്നതെങ്കിൽ തിരിച്ച് ആർത്തവം തന്നെയാണ് പറയേണ്ടത് എന്നുള്ളതിൽ നിന്നാണ് ഈ പേര് നമ്മൾ സ്വീകരിക്കുന്നത്. ഫേസ്ബുക്കിൽ നമ്മൾ ആർത്തവ കുറിപ്പുകൾ എഴുതാൻ പറയുന്നു. ആ സമയത്താണ് ആർത്തവം എന്ന് പറയുന്നത് ഇത് ഹിന്ദു മതത്തിൽ മാത്രമല്ല, മുസ്ലിം സമുദായത്തിലും ക്രിസ്തു മതത്തിലും ജൂത സമൂഹത്തിലും ഒക്കെ സ്ത്രീകൾക്ക് നേരെ ഇത് വിവേചനം നടത്താൻ വേണ്ടി ആർത്തവത്തെ അവർ കാരണമാക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ആർത്തവം എന്ന് പറയുന്ന വിഷയം എടുത്ത് ക്യാമ്പയിൻ ചെയ്യേണ്ടതുണ്ടെന്നും അത് തുടർ ക്യാമ്പയിനുകളായി മാറേണ്ടതുണ്ടെന്നും തോന്നിയത്. അങ്ങനെ ആ കർട്ടൺ റൈസർ പ്രോഗ്രാം ഒരു സംഘാടക സമിതി രൂപീകരണം നവംബർ 25-ന് നടത്തി. അതിനുശേഷം ക്യാമ്പസുകളിലെല്ലാം ആർത്തവ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള, ഇതിന്റെ ശാസ്ത്രീയമായി എങ്ങനെയാണ് ഇത് ഭരണഘടനാ സാധുത എന്താണ്, ആർത്തവത്തെ അശുദ്ധിയാണ് എന്ന് പറയുന്നതിനെ ശാസ്ത്രീയമായി സയന്റിഫിക്കലായി എന്തെങ്കിലും എവിഡൻഷ്യറി വാല്യൂ ഇവർ പറയുന്നതിലുണ്ടോ? അല്ലല്ലോ. അശുദ്ധി എന്ന് പറയുന്നത് സയന്റിഫിക്കലി ശരിയല്ല എന്നുള്ള തരത്തിൽ നമ്മൾ ക്യാമ്പസുകളിലടക്കം ക്യാമ്പയിൻ ചെയ്തു. അതിന്റെ തുടർന്ന് വന്നിട്ടുള്ള ക്യാമ്പ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ആ ക്യാമ്പിലുള്ള കുട്ടികൾ, വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരും. നാളെയാണ് ഇതിന്റെ ആ ഒരു ക്യാമ്പയിന്റെ കൂടി സമാപനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ക്യാമ്പയിൻ അവസാനിക്കുന്നതല്ല, കാരണം എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. എങ്കിലും ഇങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു അവയർനെസ് കൂടിയാണ് ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. നാളെ ഇത് തുടങ്ങുന്നത് ശബരിമലയിൽ പോയ ട്രാൻസ്ജെൻഡേഴ്സ്, അപ്പൊ സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ടുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ സാരി ഉടുത്ത് ചെന്നാൽ, ഷർട്ടും പാൻറ്റും ഇട്ട് ചെന്നാൽ കയറ്റാമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ കണ്ടു. അങ്ങനെ പറഞ്ഞ് 2ാമത്തെ പ്രാവശ്യം പോയി ശബരിമല കയറിയ 4 ട്രാൻസ്ജെൻഡർ സ്ത്രീകളുണ്ട്. അവര് ആണ് നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം തുടർന്നുള്ള സെഷനിൽ VP റെജീന അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് 3 മണിക്ക് റാലി ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ നാമജപ ഘോഷയാത്രകൾ കണ്ട് തകർന്നുപോയ, ആത്മാഭിമാനം തകർന്നുപോയ നമുക്ക് തിരിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. ഊരാളിയും കോവനും കാസ്റ്റേഴ്സ് കളക്റ്റീവും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ ക്യാമ്പസിൽ നിന്ന് വന്നിട്ടുള്ള സുന്നി അടക്കമുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്തരത്തിലൊരു വിഷ്വൽ ഉണ്ടാകണ ഒരു ഘോഷ, ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായി നിൽക്കുന്ന ഒന്നാണ് ആർത്തവ റാലി എന്ന് പറയുന്നത്. അത് മറൈൻ ഡ്രൈവിൽ നിന്ന് ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി രാജേന്ദ്ര മൈതാനത്ത് എത്തി, അവിടെ നിന്ന് തിരിച്ച് എത്തി 6 മണിക്ക് വരെ രാഷ്ട്രീയം, ജാതിയുടെ രാഷ്ട്രീയം പറയുന്ന പാരഞ്ജിത്താണ് അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. പാരഞ്ജിത്തിന്റെ കാസ്റ്റേഴ്സ് കളക്റ്റീവ് ആണ് അതിനുശേഷം തുടർന്ന്. അപ്പൊ പാരഞ്ജിത്തിന്റെ വേദിയിലെ ലീല സന്തോഷ് ഉണ്ട്. ലീല ആദ്യത്തെ ദളിത് ആദിവാസി സംവിധായികയാണ്. ആ വേദിയിൽ തന്നെ സാംകുട്ടി പട്ടങ്കരി ഉണ്ട്. സാമേട്ടൻ ഇതില് തിയേറ്ററിലെ ദളിത് പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞിട്ട് JNU നിന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളതാണ്. ഡോക്ടറേറ്റ് 3 പേരാണ് ആ സെഷനിലുള്ളത്. അതിനുശേഷം പിന്നീട് കലാപരിപാടികളാണ്. തുടർന്ന് 13-ാം തീയതി രാവിലെ കുട്ടികളുടെ ഒരു ചിത്രരചനയുണ്ട്. ചിത്രരചനയോടുകൂടിയാണ് ആ ദിവസം തുടങ്ങുന്നത്. അതിനുശേഷം
അതിനുശേഷം ദുരഭിമാനക്കുലയുടെ ഇരയായിട്ടുള്ള അതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്ന അത്തരത്തിൽ ഇന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന ഫൈറ്റർ കൂടെയുള്ള ആള് പോയപ്പോഴും തളരാതെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള കൗസല്യയും കൗസല്യയുടെ പാർട്ണറായിട്ടുള്ള ശക്തിയും പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ശബരിമല കേസിലെ ഹാപ്പി ടു പ്ലീഡ് ഒരു കക്ഷിയായിരുന്നു. ഹാപ്പി ടു പ്ലീഡിന്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഇന്ദിര ജയ്സിംഗ് പ്രഭാഷണം നടത്തുന്നുണ്ട്.